എടവണ്ണപ്പാറ ക്ലോക്ക് ടവറിൽ നിന്ന് വീണ്ടും മാലിന്യം വലിയ തോട് വഴി ചാലിയാറിലേക്ക്. മാസങ്ങൾക്ക് മുൻപ് അധികൃതർ നടപടിയെടുത്ത ബിൽഡിംഗിൽ നിന്നാണ് ഇപ്പോഴും മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്നത്. കർശന നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കം മറ്റു ഉന്നതാധികാരികൾക്കും നാട്ടുകാർ പരാതി നൽകി. എടവണ്ണപ്പാറയിലെ ക്ലോക്ക് ടവറിൽ നിന്നാണ് കക്കൂസ് മാലിന്യം എടവണ്ണപ്പാറ വലിയ തോട്ടിലേക്ക് നേരിട്ടൊഴുക്കുന്നത്. നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ ജനങ്ങളെ ആകെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുകയാണ് ക്ലോക്ക് ടവർ ഉടമ. ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന തോടും പുഴയും മലിനമാകുന്ന അവസ്ഥ കണ്ടിട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും ഇദ്ദേഹം ഒരുക്കുന്നില്ല. അനധികൃതമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് രാവിലെയും വൈകിട്ടുമാണ് കക്കൂസ് മാലിന്യം നേരിട്ട് തോട്ടിലേക്ക് ഒഴുക്കുന്നത്. ടാങ്കിൽ നിന്ന് പുറത്തേക്കെടുക്കാനുള്ള ഭാഗവും പൊട്ടിയൊലിച്ച് കൊതുക് നിറഞ്ഞ അവസ്ഥയിലാണ്. ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ 4 മാസം മുന്നേ ഇതേമാതിരി ഒരു കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തതാണ്. ഇവിടെ ഇതേമാതിരി ഈ ക്ലോക്ക് ടവറിൽ ഒരുപാട് ബംഗാളികൾ താമസിക്കുന്നുണ്ട്. അവർ ഉപയോഗിക്കണ ഈ കക്കൂസ് മാലിന്യം കംപ്ലീറ്റ് ഈ തോട്ടിലേക്കാണ് പോണത്. അന്ന് തോട്ടിൽ ആകെ മുട്ടിനെ വെള്ളമുള്ളൂ. വേനൽ ഒടുവായതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള സമയമാണ്. ആ സമയത്തായിരുന്നു നമ്മൾ ഇതേമാതിരി കംപ്ലയിൻറ്റ് ചെയ്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ വന്ന് നോക്കി 24 മണിക്കൂർ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഓൽക്ക് 24 മണിക്കൂർ ഇപ്പോഴും ആയിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണമെന്ന് മേലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും ഒരു ബുദ്ധി ഇല്ലാഞ്ഞാൽ താഴെ ഇരിക്കണോ ഇതിലും കഷ്ടത്തിലേക്ക് ഇറങ്ങി പോകാൻ പോണത്. കാരണം എല്ലാ സംവിധാനങ്ങളും എല്ലാ ഉപകരണങ്ങളും ഉണ്ടായിട്ടും ഇന്നത്തെ ഈ കോലത്തിലാണ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് പോകണമെങ്കിൽ ഈ ഡെങ്കിപ്പനി പിന്നെ അത് മഞ്ഞപ്പിത്തം ഉള്ള ഈ സമയത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അതിന് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥന്മാരും കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടപടി എടുക്കാഞ്ഞാൽ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ കുറേ പേരിട്ട് അവിടെ ഇവിടെ ചാരി കുത്തുന്നിട്ട് ശമ്പളം വാങ്ങിയിട്ട് ഒരു കാര്യം ഇതുകൊണ്ടില്ല. കർശന നടപടി വേണമെന്ന് ചാലിയാർ സംരക്ഷണ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. കുറച്ചു കാലമായിട്ട് അറിയുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇതിനകത്ത് വന്നിരുന്നു അറിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ നടപടി വന്നിട്ടുണ്ടെങ്കിലും ഈ സംഭവം ഇവിടുന്ന് മാറുന്നില്ല. ഞങ്ങളിപ്പം അരമണിക്കൂർ മുമ്പ് ഇവിടെ ഈ തോട് ഒഴുകുമ്പോൾ തന്നെ മറ്റൊരു തോട് ഇവിടെ ഒഴുകുകയായിരുന്നുള്ളതാണ്. ഇത് അകലം തോടിനോടോ മറ്റോ ഒന്നും അകലം പാലിച്ചിട്ടില്ല. ഈ ബിൽഡിങ്ങിൻ്റെ ഈ സെപ്റ്റി ടാങ്ക് അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. എന്താ നമുക്കത് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ പ്ലാനിലുണ്ടോയെന്ന്. ഇപ്പം ഈ വാഴക്കാട് പരിസരത്ത് പകർച്ചവ്യാധികൾ പൊട്ടിപ്പടരുകയാണ്. ഇവിടെ മഞ്ഞപ്പിത്തം മറ്റു കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ എത്രയോ ആളുകൾ ഇന്നിപ്പം ഇവിടെ ഹോസ്പിറ്റലൊക്കെ നിറഞ്ഞു കവിയാണ്. അപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത് നേരെ ചെല്ലുന്നത് ചാലിയാറിലേക്കാണ്. പ്രദേശത്തു കൂടി കാൽനടയായി പോകുന്നവർ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണുള്ളത്. ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വലിയ മാലിന്യക്കെട്ടുകൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.